ഇവിടെ നമ്മളിപ്പം പറയുന്നത് അനലോഗിൻ്റെ കാര്യമാണ്. അനലോഗ് VLSI സർക്യൂട്ട് AVC. അപ്പം ഇത് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് ചെറുതായിട്ട് പറഞ്ഞിരിക്കുക. നമ്മുടെ മോസ്ഫെറ്റ് ഇപ്പം ഇപ്പം ഇതാണ് നമ്മുടെ മോസ്ഫെറ്റ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗേറ്റ്, നമ്മുടെ സോഴ്സ്, ഇത് നമ്മുടെ ഡ്രെയിന്, ഇത് നമ്മുടെ മോസ്ഫെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോസ്ഫെറ്റിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ്, ഗേറ്റിന് കൊടുക്കുന്ന വോൾട്ടേജാണ് VG എന്ന് നമ്മൾ പറയുന്നത്. സോഴ്സിന് കൊടുക്കുന്ന വോൾട്ടേജാണ് VS, ഡ്രെയിനിന് കൊടുക്കുന്ന വോൾട്ടേജാണ് VD. ഈ ഒരു വോൾട്ടേജ് സോഴ്സും ഗേറ്റൂടെ കൂടിയുള്ള നടുക്കത്തെ ഒരു വോൾട്ടേജിനെ പറയുന്ന പേരാണ് VGS. ഗേറ്റിൻ്റെയും സോഴ്സിൻ്റെയും കൂടെ വോൾട്ടേജ്. അതേപോലെ തന്നെ ഇവിടെ ഉള്ള വോൾട്ടേജാണ് VDS. നമ്മളെല്ലാം വിത്ത് റെസ്പെക്റ്റ് ടു സോഴ്സ് ആയിരിക്കും എടുക്കുന്നത്. ഇത് എന്തിൻ്റെ എക്സാമ്പിളാണ്? എൻമോസിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്റ്റ് ടു സോഴ്സ് ആണ് എടുത്തിരിക്കുന്നത് രണ്ടും. ഈ നടുക്ക് വരുന്ന സാധനമാണ് ബേസ് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് റീജിയൻ. അപ്പോൾ നമ്മുടെ മോസ്ഫെറ്റ് ഓൺ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് വോൾട്ടേജസ് ഒന്നും കൊടുക്കുന്നില്ല. നമ്മുടെ ഈ മോസിന് നമ്മൾ വോൾട്ടേജസ് ഒന്നും കൊടുക്കുന്നില്ല. ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്തിരിക്കുന്നത് VG = 0 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? മോസ്ഫെറ്റ് എപ്പോഴും ഓഫ് ആയിരിക്കും. നമ്മൾ ഗേറ്റ് വോൾട്ടേജ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ തൊട്ടേ എന്ത് സംഭവിക്കത്തുള്ളൂ? നമ്മുടെ മോസ്ഫെറ്റ് ഓണായി തുടങ്ങത്തുള്ളൂ. ആ കൊടുക്കുന്ന ഗേറ്റ് വോൾട്ടേജും, അതായത് VGS എന്ന് പറയുന്ന വോൾട്ടേജ്, നമുക്കൊരു മിനിമം ഒരു ത്രെഷോൾഡ് വാല്യൂ ഉണ്ട്. ആ ത്രെഷോൾഡിനെക്കാട്ടി കുറവാണെന്നുണ്ടെങ്കിൽ മോസ്ഫെറ്റ് എന്തായിരിക്കും? ഓഫ് ആയിരിക്കും. ഗേറ്റ് വോൾട്ടേജ് ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ VGS എന്ന് പറയുന്നത് നമ്മുടെ കറസ്പോണ്ടിങ് ത്രെഷ് വോൾട്ടേജ് എത്രയാണോ അതിനെക്കാട്ടിൽ കുറവാണെന്നുണ്ടെങ്കിലും എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മോസ്ഫെറ്റ് ഓഫായിട്ടായിരിക്കും റിമൈൻ ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്തു. ഗേറ്റ് വോൾട്ടേജ് ഒരു നോൺ സീറോ വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്തു. അതേപോലെ തന്നെ ഡ്രെയിനിനും ചെറുതായിട്ട് വോൾട്ടേജ് സപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചോ. ആ ഒരു ഡ്രെയിനിൻ്റെ അതിന് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഡ്രെയിൻ വോൾട്ടേജ് കുറവാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്? ഡ്രെയിൻ വോൾട്ടേജ് കുറവാണ്. VGS - VTH എന്ന് പറയുന്നതിനെക്കാട്ടിലും കുറവാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡ്രെയിൻ വോൾട്ടേജ് എന്നുണ്ടെങ്കിൽ അത് ഏത് റീജിയനിലായിരിക്കും നമ്മുടെ ട്രാൻസിസ്റ്റർ ഉള്ളത്? ട്രയോഡ് റീജിയനിലായിരിക്കും ഉള്ളത്. എന്ത് റീജിയനിലാണ് ഉള്ളത്? ട്രയോഡ് റീജിയനിലായിരിക്കും ഉള്ളത്. അത് എന്തായിട്ട് ആക്ട് ചെയ്യും? റെസിസ്റ്ററായിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു ടൈമിലാണ് നമ്മുടെ മോസ്ഫെറ്റിൻ്റെതിനകത്തിൽ എന്ത് ഫോം ചെയ്യുന്നത്? ചാനൽ ഫോം ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ചാനൽ ഫോം ചെയ്യുന്ന സമയമാണ് ഈ സ്മോൾ VDS നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത്. VDS അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇനിയും VDS നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷനെക്കാട്ടിലും ഗ്രേറ്റർ ആവുക, VGS - VTH എന്ന് പറയുന്ന കണ്ടീഷനെക്കാട്ടിലും വലുതാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാൻസിസ്റ്റർ എന്തായിട്ട് ആക്ട് ചെയ്യും? കറണ്ട് സോഴ്സായിട്ട് ആക്ട് ചെയ്യും. അതായത് ഈ ഒരു ചാനലിൽ കൂടെ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ തുടങ്ങാനായിട്ട് തുടങ്ങും. ആ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ തുടങ്ങി ഇപ്പുറത്തൂടെ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോയും നടക്കാനായിട്ട് തുടങ്ങും. അന്നേരം നമ്മുടെ മോസ്ഫെറ്റ് ഏതൊരു റീജിയനിൽ വരും? സാച്ചുറേഷൻ റീജിയനിൽ വരും. ആ സമയത്ത് എന്തായിട്ട് ആക്ട് ചെയ്യും? കറണ്ട് സോഴ്സ് ആയിട്ടായിരിക്കും നമ്മുടെ മോസ്ഫെറ്റ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞിരുന്നത്? നമ്മൾ VGS ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്യാത്ത സമയത്തും VTHനെക്കാട്ടിലും കുറവാണ് നമ്മുടെ VGS എന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഇത് ഏത് റീജിയനിലായിരിക്കും? മോസ്ഫെറ്റ് ഓഫ് ആയിരിക്കും, കട്ട് ഓഫ് റീജിയനിലായിരിക്കും ഉണ്ടാവുന്നത്. മോസ്ഫെറ്റ് ഓഫ് ആയിരിക്കും. അതേപോലെ തന്നെ അത് കട്ട് ഓഫ് റീജിയനിലായിരിക്കും ഉണ്ടാവുന്നത്. ഇനി അതേപോലെ തന്നെ നമ്മൾ ചെറിയ VDS അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷേ VGS - VTHനെക്കാട്ടിൽ കുറവാണെന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് ആക്ട് ചെയ്യും? നമ്മുടെ മോസ്ഫെറ്റ് റെസിസ്റ്ററായിട്ട് ആക്ട് ചെയ്യും. റീജിയൻ ഓഫ് ഓപ്പറേഷൻ എന്തായിരിക്കും? ട്രയോഡ് റീജിയൻ ഓഫ് ഓപ്പറേഷൻ ആയിരിക്കും. ഇനി അതേപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡ്രെയിൻ കറണ്ട് കൂടുവാണെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? കറണ്ട് സോഴ്സ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഏത് റീജിയനിലായിരിക്കും ഓപ്പറേഷൻ നടക്കുന്നത്? സാച്ചുറേഷനിലായിരിക്കും നടക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ ബയാസ് ചെയ്യും. നമ്മുടെ മോസ്ഫെറ്റിനെ എന്ത് ചെയ്യും? ബയാസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മോസ്ഫെറ്റിനെ ബയാസ് ചെയ്യുന്നതെന്നറിയോ? നമ്മൾ പറഞ്ഞു നമ്മുടെ മോസ്ഫെറ്റ് രണ്ട് രീതിയിൽ ആക്ട് ചെയ്യും. അല്ലെങ്കിൽ അതിന് രണ്ട് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്ന് ആസ് എ സ്വിച്ചും ഒന്ന് ആസ് ആൻ ആംപ്ലിഫയറും. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? വേറെ പെയിൻ എടുക്കാം. നമുക്ക് രണ്ടിതുണ്ട്. ഒന്ന് നമ്മുടെ സ്വിച്ചായിട്ടും ഒന്ന് നമ്മുടെ ആംപ്ലിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനും ആര് ഹെൽപ്പ് ചെയ്യും? മോസ്ഫെറ്റ് ഹെൽപ്പ് ചെയ്യും. സ്വിച്ചിൻ്റെ ഓപ്പറേഷൻസ് നമ്മൾ പഠിക്കുന്നത് ഇവിടെ അല്ല. നമ്മൾ എന്ത് സബ്ജക്റ്റിനകത്തിലാണ്? CMOSൻ്റെ സബ്ജക്റ്റിനകത്തിലാണ് സ്വിച്ച് പഠിക്കുന്നത്.
ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, ആംപ്ലിഫിക്കേഷൻ്റെ കാര്യമാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പം ഈ ഒരു ആംപ്ലിഫിക്കേഷൻ നടക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത് ഏത് റീജിയനിലായിരിക്കും? സാച്ചുറേഷൻ റീജിയനിലായിരിക്കും നടക്കുന്നത്. അപ്പം നമ്മുടെ മോസ്ഫെറ്റ് വേറൊരു റീജിയനിലോട്ടും പോവാതെ സാച്ചുറേഷൻ റീജിയനിൽ തന്നെ റിമൈൻ ചെയ്ത് നിൽക്കാനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ബയാസിങ് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? സാച്ചുറേഷൻ റീജിയൻ തന്നെ, ലീനിയർ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് സാച്ചുറേഷൻ റീജിയനിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിന് എന്ത് കൊടുക്കുന്നത്? ബയാസ് വോൾട്ടേജ് കൊടുക്കുന്നത്. ഇനി ഇത് ജസ്റ്റ് പി മോസിൻ്റെ എൻ മോസിൻ്റെ ഒരു കമ്പാരിസണാണ്, അതൊന്ന് വായിച്ച് വെച്ചിരുന്നാലും മതി. എന്തൊക്കെയാണ് വരുന്നത്? ചാനൽ ടൈപ്പ് എന്ന് പറയുന്നത് എൻ മോസിൽ ഇലക്ട്രോൺസ് ആയിരിക്കും, പി മോസിൽ വരുമ്പോഴത്തേക്കിന് ഹോൾസ് ആയിരിക്കും. എൻ മോസിന് ഹൈ മൊബിലിറ്റി ആയിരിക്കും, ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കിന് ലോ മൊബിലിറ്റി ആയിരിക്കും. അപ്ലൈ ചെയ്യുന്ന ത്രഷോൾഡ് വോൾട്ടേജ് എൻ മോസിൽ പോസിറ്റീവും പി മോസിൽ നെഗറ്റീവും ആയിരിക്കും. കണ്ടോ, ടേൺ ഓൺ കണ്ടീഷൻ നമ്മൾ മറ്റേതെല്ലാം സോഴ്സിലോട്ടുള്ളതായിരുന്നു എടുത്തിരുന്നത്, സോഴ്സുമായിട്ട് VGS എന്നായിരുന്നു എടുത്തിരുന്നത്. ഇതൊക്കെ നമ്മൾ എന്താ എടുക്കുന്നത്? VSG എന്നാണ് എടുക്കുന്നത്. ഡ്രെയിൻ വോൾട്ടേജ് നമ്മളിവിടെ VDS എടുത്തായിരുന്നുണ്ടെങ്കിൽ പി മോസിൽ എങ്ങനെ എടുക്കുന്നത്? VSD എന്നാണ് നമ്മൾ എടുക്കുന്നത്. കാരണം ഇവിടുത്തെ ഫ്ലോ നടക്കുന്നത്, കറണ്ടിൻ്റെ ഫ്ലോ നടക്കുന്നത് എവിടം തൊട്ടാണ്? സോഴ്സിൽ നിന്ന് ഡ്രെയിനിലോട്ടാണ് നമ്മുടെ എൻമോസിൻ്റെ കറണ്ട് ഫ്ലോയുടെ ഡിറക്ഷൻ. അതേപോലെ തന്നെ PMOSൻ്റെ കറണ്ട് ഫ്ലോയുടെ ഡിറക്ഷൻ വരുമ്പോഴത്തേക്കിന് എവിടം തൊട്ട് എവിടെ വരെ ആയിരിക്കും? സോഴ്സ് തൊട്ട് ഡ്രെയിൻ വരെയും കൂടെ ആയിരിക്കും. അത്രയേ ഉള്ളൂ. അത് ജസ്റ്റ് കമ്പാരിസൺ ടേബിൾ ഒന്ന് വായിച്ച് വെച്ചിരുന്നാൽ മതി. ഇനി നമ്മുടെ മെയിൻ ടോപ്പിക്കാണ് ഇതിനകത്തിൽ വരുന്ന ഒരു ഡെറിവേഷനാണ് നമുക്കുള്ളത്, ഡ്രെയിൻ കറണ്ടിൻ്റെ ഡെറിവേഷൻ. ഡ്രെയിൻ കറണ്ട് എന്താ? നമ്മുടെ ഐഡിയുടെ ഡെറിവേഷനാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ഫുൾ ബ്ലോക്ക് നമ്മുടെ ഒരു മോസ്ഫെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെറിവേഷൻ എളുപ്പമാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഒരു സ്മോൾ ഏരിയ അതിൻ്റെ ഈ ഒരു സ്മോൾ ഏരിയ എക്സ് എന്ന് പറയുന്ന റീജിയൻ നമ്മൾ കൺസിഡർ ചെയ്യും. ആ ഒരു മോസ്ഫെറ്റിൻ്റെ സ്മോൾ റീജിയനായ എക്സ് എന്ന് പറയുന്ന ഒരു റീജിയൻ നമ്മൾ കൺസിഡർ ചെയ്യും. ഫസ്റ്റ് എൻ ടൈപ്പിൻ്റെ ഇക്വേഷൻ ഏതാ? അതിനകത്തൊന്ന് പി ടൈപ്പ് എഴുതിയാൽ പോരായോ? ഈ എൻ ടൈപ്പ് അല്ലെങ്കിൽ എൻ മോസിൻ്റെ കോംപ്ലിമെൻ്ററി ആയിരിക്കും എന്തെന്ന് പറയുന്നത്? പി മോസ് എന്ന് പറയുന്നത്. തിരിഞ്ഞു വരും. നമ്മൾ എന്തൊക്കെയാണോ എന്നിൻ്റെ പ്രോപ്പർട്ടീസ് അതിൻ്റെ എല്ലാത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ബിക്ക് വരുന്നത്. അപ്പം നമ്മൾ എൻ ടൈപ്പ് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് എന്തെടുക്കും? ഈ ഒരു സ്മോൾ എലമെൻ്ററി ഏരിയ എക്സിലെ ഇലക്ട്രിക്കൽ ഫീൽഡിൻ്റെ ഇക്വേഷൻ ഇതും. ഇലക്ട്രിക്കൽ ഫീൽഡ് ഇ ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മൈനസ് ഓഫ് ഡി വി എക്സ് ബൈ ഡി എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് വി എക്സ് ആയിരിക്കും നമ്മുടെ ഇലക്ട്രിക്കൽ ഫീൽഡിൻ്റെ ഇക്വേഷൻ. ഇത് നമ്മുടെ വോൾട്ടേജ്. അപ്പം ഇതിനെ അതേപോലെ തന്നെ ഡി എക്സ് ബൈ ഡി ടി, ഒരു സ്പെസിഫിക് ഏരിയയിലെ ആ ഒരു ഡെൻസിറ്റി ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? μn ഇ ഓഫ് എക്സ് ആയിരിക്കും. അതിൽ ഇ ഓഫ് എക്സിന് നമുക്ക് ഈ വാല്യൂ ഇട്ട് കൊടുക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഡി എക്സ് ബൈ ഡി ടി എന്തായിട്ട് വരും? μn ഡി വി എക്സ് ബൈ ഡി എക്സ് ആയിട്ട് വരും. അയാൾ അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ എന്തെടുക്കുമെന്നറിയാവോ? നമ്മൾ ഇതിൻ്റെ നമുക്ക് കറണ്ടല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ ചാർജിൽ നിന്ന് ചാർജിനെ നമ്മൾ ചാർജ് ഡെൻസിറ്റി എടുത്ത് കറണ്ട് എടുക്കാനാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുക്കും? ഫസ്റ്റ് നമുക്ക് ഡി ക്യൂ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. അത് ചാർജ്. അതിലേക്ക് എങ്ങനെ വരണം? നമ്മുടെ എലമെൻ്ററി ചാർജ് ഡി ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസിൻ്റെ വോൾട്ടേജാണ്. നമുക്കറിയാമല്ലോ, ചാർജ് ക്യൂ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു വി എന്ന്. ആ ക്യൂ എലമെൻ്ററി ഏരിയയിലെ ആയിട്ടാണ് നമ്മളിവിടെ എന്താണെന്ന് എഴുതിയിരിക്കുന്നത്? ഡി ക്യൂ എന്ന് എഴുതിയിരിക്കുന്നത്. ഡി ക്യൂ ഇസ് ഈക്വൽ ടു കപ്പാസിറ്റൻസ് സി എക്സ് ഇൻറ്റു വി. ഇനിയും ഈ സിയും വിയുമാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. കപ്പാസിറ്റൻസ് സി, ഈ ഒരു ഓക്സൈഡ് ലെയറിൻ്റെ കപ്പാസിറ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എൻറ്റയർ ആ ഒരു ഫുൾ റീജിയനിലെ ആ ഒരു ഫുൾ സാധനത്തിൻ്റെ കപ്പാസിറ്റൻസ്. അപ്പോൾ നമ്മൾ എന്തെടുക്കും? അതിൻ്റെ കപ്പാസിറ്റൻസ് COX ഇൻറ്റു ടോട്ടൽ ഏരിയ നമ്മൾ എടുക്കും, വിത്ത് ഇൻറ്റു ഡി എക്സ്. അതാണ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വന്നേക്കുന്നത്, COX ഇൻറ്റു W ഇൻറ്റു ഡി എക്സ്. അതേപോലെ തന്നെ ഡി ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയായി. ഇനി അവിടുത്തെ വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? VGS മൈനസ് VT. അത് മാത്രമല്ല നമ്മുടെ സ്മോൾ എലമെൻ്ററി ഏരിയ ആയതുകൊണ്ട് ഒരു മൈനസ് VX കൂടി വരും. ശരിക്കുള്ള വോൾട്ടേജ് ഗേറ്റ് വോൾട്ടേജ് മൈനസ് ത്രഷോൾഡ് വോൾട്ടേജ് ആയിരിക്കും. പിന്നെ നമ്മൾ എടുക്കുന്ന ആ ഒരു എലമെൻ്ററി ഏരിയയുടെ ഒരു മൈനസ് VX കൂടി വരും. അങ്ങനെ വരുമ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? ക്യൂവിൻ്റെ ഡി ക്യൂ ഇസ് ഈക്വൽ ടു COX
എക്സ് ഡബ്ല്യു ഇൻറ്റു ഡി എക്സ് ഇൻറ്റു വി ജി എസ് മൈനസ് വി ടി ഇൻറ്റു വി എക്സ് എന്ന് വരും. അതിനകത്തിൽ നിന്ന് ഈ ഡി എക്സിനെ താഴോട്ട് കൊടുത്ത് ഇവിടെ നമുക്ക് ഡി ക്യൂ ബൈ ഡി എക്സ് എന്ന് എഴുതാമല്ലോ. അങ്ങനെ നമ്മൾ ഇക്വേഷൻ എഴുതി, അയാൾക്ക് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുത്തു. ഇനി കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവായിരുന്നു? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ്. ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ഡി ക്യൂ ബൈ ഡി ടിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡി ക്യൂ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. അത് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ അങ്ങനെ എഴുതിയതാണ്. നമുക്ക് ഇതിനെ സുഖമായിട്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാലും ഇത് എന്തായിട്ടാണ് റിമൈൻ ചെയ്യും? ഡി ക്യൂ ബൈ ഡി ടി ആയിട്ടാണ് റിമൈൻ ചെയ്യും. നമ്മുടെ സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് നമ്മൾ എന്തെന്ന് കൊടുത്തു? ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി ഇക്വേഷൻ നമ്പർ 3 നമുക്ക് ഡി എക്സ് ബൈ ഡി ടിയുടെ വാല്യൂവും ഡി ക്യൂ ബൈ ഡി എക്സിൻ്റെ വാല്യൂവും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം പിന്നെ ഞാൻ ഈ ഡി ക്യൂ ബൈ ഡി ടിക്ക് എന്തെന്നുള്ള വാല്യൂ കൊടുത്തു? അതെന്താണ്? നമ്മുടെ കറണ്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ഈസ് ഈക്വൽ ടു അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇത് നമ്മൾ ഡ്രെയിനിലെ കറൻറ്റിനെ എടുക്കുന്നുണ്ട്. എന്താണ്? ഡ്രെയിനിലെ കറൻറ്റിനെ എടുക്കുന്നുണ്ട്. നമ്മൾ അതിനെ ഇനിയും തൊട്ട് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്? ഐ ഡി എന്നായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. എന്തായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്? ഐ ഡി എന്നായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്നിട്ട് ഐ ഡി ഈസ് ഈക്വൽ ടു ഈ ഒരു സ്പെസിഫിക് സാധനം വരും. എന്നിട്ട് ഈ ഡിനോമിനേറ്ററിലുള്ള ഡി എക്സിനെ കൂടെ ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരും. അപ്പോൾ ഐ ഡി ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു സി ഒ എക്സ് ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു വി ജി എസ് മൈനസ് വി ടി ഇൻറ്റു വി എക്സ് മ്യൂ എൻ ഡി വി എക്സ്. ഇനി ഇവരെ നമ്മൾ എന്തോ ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം നമ്മുടെ ഐ ഡി ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്ന എവിടം തൊട്ട് എവിടെ വരെയാണെന്ന് അറിയാമോ? ലെങ്ത് ഓഫ് ചാനൽ 0 to L ആയിരിക്കും. ഇപ്പുറത്തെ സൈഡിൽ വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് വി എക്സ് ആയതുകൊണ്ട് നമ്മളതിനെ 0 to VDS ആയിരിക്കും അതിൻ്റെ ലിമിറ്റ് വരുന്നത്. അങ്ങനെ നോർമലി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. നോർമലി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം നമ്മൾ ഇയാളെ ഒരു ടേമുമായിട്ട് മാറ്റി എഴുതും. എന്തിനു വേണ്ടിയിട്ട്? ഇത് ഒന്നുകൂടെ സിമ്പിൾ ആവാനായിട്ട്. കാരണം ഇത് ഇത്രയും കോൺസ്റ്റൻ്റ് അല്ലേ, ഇയാൾ മാത്രമല്ലേ ഉള്ളൂ ഇതിൻ്റെ വിത്ത് ഒരു ഫംഗ്ഷൻ ഓഫ് വി എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഇത് ഇത്രയും ഒരു ടേം ആക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫസ്റ്റ് സെറ്റ് ഇൻ്റഗ്രൽ എ ഡി എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇൻ്റഗ്രൽ എ ഇൻറ്റു എക്സ് ഫ്രം ദ ലിമിറ്റ് 0 to ലിമിറ്റ്, അങ്ങനല്ലേ നമുക്ക് വരുന്നത്. ഇതും അതേപോലെ തന്നെ ഇത്രയും നമ്മുടെ കോൺസ്റ്റൻ്റ് ആണ്. അത്രയും കോൺസ്റ്റൻ്റ് ഇൻറ്റു ഈ ഒരു എക്സ് വിത്ത് റെസ്പെക്ട് ടു വി എക്സ് ആണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത്, അതാണ് അതിൻ്റെ വി എക്സ്. ഫ്രം ദ ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെ? 0 to VDS വരെ. ഇനി ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്താണ്? x²/2 ഫ്രം ദ ലിമിറ്റ് 0 to എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും. അതാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇനി വി എക്സിൻ്റെത് എങ്ങനെയാണ് വരുന്നത്? vx²/2 എന്ന് വന്നു. എന്നിട്ട് അതേപോലെ തന്നെ നമ്മളതിന് എന്താ ലിമിറ്റ് എല്ലാം അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഐ ഡി ഈസ് ഈക്വൽ ടു മ്യൂ എൻ സി ഒ എക്സ്. ഇവിടെ ഐ ഡി ഇൻറ്റു എൽ എന്ന് വരും. കാരണം അത് വിത്ത് റെസ്പെക്ട് ടു എൽ അല്ലായിരുന്നോ നമ്മൾ ലിമിറ്റ് കൊടുത്തിരുന്നത്. അപ്പോൾ ഐ ഡി ഇൻറ്റു എൽ, ഈ എല്ലിനെ കൂടി ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിയുമ്പം നമുക്ക് ട്രയോഡ് റീജിയണിലെ ഇക്വേഷൻ കിട്ടും. കറണ്ടിൻ്റെ എൻമോസിൻ്റെ ഐ ഡി ഈസ് ഈക്വൽ ടു മ്യൂ എൻ സി ഒ എക്സ് ഡബ്ല്യു ബൈ എൽ വി ജി എസ് മൈനസ് വി ടി ഇൻറ്റു വി ഡി എസ് മൈനസ് വി ഡി എസ് ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഇനി സാച്ചുറേഷൻ റീജിയനിലെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാച്ചുറേഷൻ റീജിയനിൽ നമ്മുടെ ഡ്രെയിൻ വോൾട്ടേജ് വി ഡി എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു വി ജി എസ് മൈനസ് വി ടി ആയിരിക്കും. അതല്ലേ നമുക്ക് ഗ്രാഫ് കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്നത്. ഇങ്ങനല്ലേ നമ്മുടെ ഇത് കാണത്തില്ലല്ലേ, ഇത് ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് പോകുന്നത്. ഇത് നമ്മുടെ കട്ട് ഓഫ് റീജിയൻ, ഇത് നമ്മുടെ കട്ട് ഓഫ് റീജിയൻ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇത് നമ്മുടെ ട്രയോഡ് റീജിയൻ, ഇത് നമ്മുടെ സാച്ചുറേഷൻ റീജിയൻ. അപ്പോൾ ഈ ഒരു റീജിയനിൽ നമ്മുടെ വോൾട്ടേജും കറണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒരു സിമിലർ ഇൻക്രീസ് ആയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു സാച്ചുറേഷൻ റീജിയൻ എത്തുന്ന സമയത്തേക്കിന് നമ്മുടെ ഡ്രെയിൻ വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് വോൾട്ടേജ് മൈനസ് വി ടി എച്ച് ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു വാല്യൂ നമ്മൾ ഇതിനകത്തിലെ വി ഡി എസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഐ ഡി എങ്ങനെ കിട്ടും? ഹാഫ് ഇൻറ്റു മ്യൂ എൻ സി ഒ എക്സ് ഡബ്ല്യു ബൈ എൽ വി ജി എസ് മൈനസ് വി ടി ദ ഹോൾ സ്ക്വയർ ബൈ 2. അതിൽ സംശയമില്ലല്ലോ. ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ x² മൈനസ് ഹാഫ് x² എന്ന് ഉള്ള ഫോമിലായിരിക്കും വരുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഹാഫ് x² ആയിരിക്കും. ആ രീതിയിലാണ് ഈ ഒരു സാധനം വന്നിരിക്കുന്നത്. ഇത് എപ്പോഴത്തെ ഇക്വേഷൻ? സാച്ചുറേഷൻ റീജിയനിലെ. ഇനി അതേപോലെ തന്നെ നമ്മുടെ പി ടൈപ്പിൻ്റെ 2 ഇക്വേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആ വി ജി എസ് എന്നുള്ളത് മാറ്റി വി എസ് സി ആക്കി. പിന്നെ ഇതിൻ്റെ വി ടി എച്ച് എപ്പോഴും ത്രെഷോൾഡ് എപ്പോഴും എങ്ങനെ ആയിരിക്കും നമ്മൾ പറഞ്ഞു? നെഗറ്റീവ് ത്രെഷോൾഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. നമ്മൾ ഇക്വേഷനകത്ത് നെഗറ്റീവ് ത്രെഷോൾഡ് എടുക്കാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ എന്താ എടുക്കുന്നത്? മോഡുലസ് ആയിരിക്കും എടുക്കുന്നത്. അത്ര മാത്രമേ ഇക്വേഷനകത്തിൽ ചേഞ്ച് വരുന്നത്. അങ്ങനെ ട്രയോഡ് റീജിയനും സാച്ചുറേഷൻ റീജിയനും. ഇനിയും ലാംഡ ചാനൽ ലെങ്ത് മോഡുലേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരുവാണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രെയിൻ വോൾട്ടേജ് ഒരുപാട് കൂട്ടുന്ന സമയത്ത്
നമുക്ക് ഇങ്ങനെയുള്ള ചാനൽ പിന്നെ ഇങ്ങനെയായിട്ട് ഫോം ചെയ്യും. ഇതാണ് ചാനൽ ലെങ്ത് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഒരു സ്പെസിഫിക് ഏരിയ ഒരു പാർട്ടിലോട്ട് നമ്മുടെ ഇത് കൂടുതൽ അക്യൂമുലേറ്റ് ചെയ്ത് ഇപ്പുറത്തെ പാർട്ട് ക്ലോസ് ആവുന്ന രീതിയിൽ പോകും. അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും അങ്ങനൊരു രീതിയിലോട്ട് പോകും. അപ്പോൾ അത് വരുവാണെന്നുണ്ടെങ്കിൽ ചാനൽ ലെങ്ത് മോഡുലേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ്റെ രണ്ടിൻ്റെയും കൂടെ സാച്ചുറേഷൻ റീജിയനിലായിരിക്കും നമുക്ക് ഈ ഒരു ഇക്വേഷൻ വരുന്നത്. ഓക്കെ, എവിടെ ആയിരുന്നു? സാച്ചുറേഷൻ റീജിയനിലായിരിക്കും ഈ ഒരു പ്രശ്നം വരാനായിട്ട് പോകുന്നത്. കാരണം ലീനിയർ റീജിയൻ്റെ സമയത്ത് അത് ഒരേപോലെ ഫ്ലോ ആവുന്നതല്ലേ ഉള്ളൂ. ശരിക്കും കറണ്ട് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ തൊട്ടാണ്? നമ്മുടെ സാച്ചുറേഷൻ റീജിയനിലാണ് കറണ്ട് ഫ്ലോ ശരിക്കും നടക്കാനായിട്ട് പോകുന്നത്, ചാനൽ ലെങ്ത് എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് ഡ്രെയിനിൻ്റെ കറണ്ട് വീണ്ടും കൂട്ടുമ്പോഴാണ് ചാനൽ ലെങ്ത് മോഡുലേഷൻ വരാനായിട്ട് ചാൻസ് ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ എൻമോസിൻ്റെയും ബിമോസിൻ്റെയും കൂടെ നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്യും? 1 + λ × VDS, ഇപ്പുറത്ത് 1 + λ × VST, ഇങ്ങനെ പറയുന്ന 2 ടേംസ് കൂടെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലായിട്ട് ആഡ് ആവും. അത്ര മാത്രമേ ഉള്ളൂ എന്താ ചേഞ്ചസ് എന്ന് പറയുന്നത് എൻമോസും ബിമോസും. ബാക്കിയൊക്കെ ഇത് തന്നെ. നമ്മുടെ നോർമൽ സാച്ചുറേഷൻ റീജിയനിലെ ഐഡിയൽ ഇക്വേഷൻ്റെ കൂടെ എന്തുകൂടെ വരും? ചാനൽ ലെങ്ത് മോഡുലേഷൻ ഉണ്ടെങ്കിൽ 1 + λ × VDS കൂടി വരും.